നമ്മൾ ഗ്യാഷ്യസ് സ്റ്റേറ്റിലെ ആ മൊഡ്യൂളിലെ വേറൊരു ഫീൽഡിലേക്ക് പോവുകയാണ്. ദാറ്റ് ഈസ് ക്രിട്ടിക്കൽ ഫിനോമിന. ഇൻ ദിസ് സെക്ഷൻ വി വാണ്ട് ടു സ്റ്റഡി അബൌട്ട് ക്രിട്ടിക്കൽ സ്റ്റേറ്റ് ആൻഡ് ക്രിട്ടിക്കൽ കോൺസ്റ്റൻസ്. ഓക്കെ, സോ അതിന് മുന്നേ നമുക്കറിയാം എ ഗ്യാസ് ക്യാൻ ബി ലിക്വിഫൈഡ്. ഒരു ഗ്യാസിനെ നമുക്ക് എങ്ങനെ ലിക്വിഫൈ ചെയ്യാം? ക്യാൻ ബി ലിക്വിഫൈഡ് ബൈ ഡിക്രീസ് ഇൻ ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ നമ്മൾ നന്നായി കുറച്ച് കൊണ്ടുവരിക. ആൻഡ് ഇൻക്രീസ് ഇൻ പ്രഷർ, നന്നായി പ്രഷർ കൊടുക്കുക. അപ്പോൾ ടെമ്പറേച്ചർ കുറച്ചിട്ട് പ്രഷർ കൂട്ടിക്കൊടുത്താൽ വി ക്യാൻ കൺവേർട്ട് ഗ്യാസ് ഇൻ ടു എ ലിക്വിഡ്. അത് നമുക്കറിയുന്ന കാര്യമാണ് അല്ലേ? ഗ്യാസിനെ കംപ്രസ് ചെയ്യുക. ഇപ്പോൾ കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് എന്നല്ലേ പറയുക? ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് LPG അല്ലേ? അതായത് ഗ്യാസിനെ ലിക്വിഫൈ ചെയ്തിരിക്കുന്നു, ആ സിലിണ്ടറിൻ്റെ ഉള്ളിൽ കംപ്രസ് ചെയ്തിരിക്കുകയാണ്. പ്രഷർ കൂട്ടുമ്പോൾ ഗ്യാസ് വിൽ ചേഞ്ച് ഇൻ ടു ദ ലിക്വിഡ് സ്റ്റേറ്റ്. സോ ഗ്യാസസ് ക്യാൻ ബി ലിക്വിഫൈഡ് ബൈ ഡിക്രീസിങ് ടെമ്പറേച്ചർ ആൻഡ് ഇൻക്രീസിങ് പ്രഷർ. സോ വാട്ട് വിൽ ഹാപ്പൻ വെൻ വി ഡിക്രീസ് ദ ടെമ്പറേച്ചർ? നമ്മൾ ടെമ്പറേച്ചർ ഇങ്ങനെ കുറച്ച് കൊണ്ടുവരികയാണ്, കൂൾ ചെയ്തുകൊണ്ടേയിരിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ദ കൈനറ്റിക് എനർജി ഓഫ് ദ മോളിക്യൂൾ വിൽ ഡിക്രീസ്. കൈനറ്റിക് എനർജിയും ഡിക്രീസ് ചെയ്യും. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ കൈനറ്റിക് എനർജി കൂടും എന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ കുറയുമ്പോൾ എന്ത് സംഭവിക്കും? കൈനറ്റിക് എനർജി ഡിക്രീസസ്. ആൻഡ് ഓൾസോ വോളിയം ഡിക്രീസസ്. വലിയൊരു വോളിയത്തിലുള്ള ഗ്യാസ് മോളിക്യൂൾസ് ടെമ്പറേച്ചർ കുറയുമ്പോൾ അവരുടെ മൂവ്മെൻ്റ് ഒക്കെ കുറഞ്ഞ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ ഒതുങ്ങിക്കൂടാൻ ശ്രമിക്കും. അതാണ് വോളിയം ഡിക്രീസ് ചെയ്യും അല്ലേ? അപ്പോൾ നോക്കൂ, വലിയൊരു സ്പേസിലായിരുന്നപ്പോൾ അട്രാക്ഷൻ കുറവായിരുന്നു. വോളിയം കുറയുക പറഞ്ഞു വെച്ചാൽ കുഞ്ഞിയ ഒരു സ്പേസിലേക്ക് അവരെല്ലാവരും കൂടി അടുത്ത് വരുന്നു. സോ വാട്ട് വിൽ ഹാപ്പൻ? ഇന്റർ മോളിക്കുലർ ഫോഴ്സസ് ഓഫ് അട്രാക്ഷൻ വിൽ ഇൻക്രീസ്. ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടും. ഇനി ഇതേ കേസ് തന്നെയാണ് വെൻ വാട്ട് വിൽ ഹാപ്പൻ വെൻ പ്രഷർ ഇൻക്രീസസ്. പ്രഷർ ഇൻക്രീസ് ചെയ്യുകയാണ് വിചാരിക്കൂ. പ്രഷർ ഇൻക്രീസ് ചെയ്യുമ്പോഴും വാട്ട് വിൽ ഹാപ്പൻ? വോളിയം വിൽ ഡിക്രീസ്. അപ്പോൾ കുറഞ്ഞൊരു വോളിയത്തിലേക്ക് എല്ലാവരും കൂടിയും വരും. സോ ദ അട്രാക്റ്റീവ് ഫോഴ്സ് വിൽ ഇൻക്രീസ്. So pressure increases, volume decreases, attractive force increases. So what will happen? So the simultaneous cooling and compression. Cooling means we are decreasing the temperature. Compression means we are increasing the pressure. So cooling and compression may leads to decrease in volume and increase in attractive force. So attractive forces increases. So during cooling and compression, a gas become liquefied. A gas become a liquid. And you know, the temperature effect is more pronounced than pressure, and it is found that there is particular temperature above which a gas cannot be liquefied by application of pressure. ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചർ, ആ ടെമ്പറേച്ചറിലെ മുകളിലെത്തിയാൽ ഇസ് എബവ് ദ ടെമ്പറേച്ചർ വി കനോട്ട് ലിക്വിഫൈഡ് എ ഗ്യാസ് ബൈ കംപ്രഷൻ. നമ്മൾ എത്ര പ്രഷർ അപ്ലൈ ചെയ്താലും ഗ്യാസ് വിൽ നോട്ട് ലിക്വിഫൈ. ആൻഡ് ദാറ്റ് ടെമ്പറേച്ചർ ഈസ് ടേംഡ് ആസ് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ. ഇപ്പം നമ്മൾ പറഞ്ഞത് ടെമ്പറേച്ചർ കുറച്ച് പ്രഷർ അപ്ലൈ ചെയ്താൽ നമുക്ക് ലിക്വിഫൈ ചെയ്യാൻ പറ്റും അല്ലേ? ബട്ട് ഫോർ ഓൾ ഗ്യാസസ് ദർ ഇസ് എ പെർട്ടിക്കുലർ ടെമ്പറേച്ചർ എബവ് വിച്ച് എ ഗ്യാസ് കനോട്ട് ബി ലിക്വിഫൈഡ്. ഫോർ എക്സാമ്പിൾ, critical temperature of carbon dioxide is 31.1 degrees Celsius ആണ്. ഇതിനർത്ഥം at 31 degrees Celsius and below 31 degrees Celsius we can easily liquefy gaseous carbon dioxide to liquid carbon dioxide by applying pressure. പക്ഷേ ഇഫ് ദ ടെമ്പറേച്ചർ ഈസ് എബവ് 31.2 ആണെങ്കിൽ നമ്മൾ എത്ര പ്രഷർ കൊടുത്താലും ഗ്യാസ് വിൽ നോട്ട് ലിക്വിഫൈ. സോ ദാറ്റ് ടെമ്പറേച്ചർ ഈസ് ടേംഡ് ആസ് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ. So critical temperature is the temperature above which a gas cannot be liquefied by the application of pressure. നമ്മൾ എത്ര തന്നെ പ്രഷർ കൊടുത്താലും ഗ്യാസ് വിൽ നോട്ട് ലിക്വിഫൈ. ആ ടെമ്പറേച്ചറിലും ബിലോ ദാറ്റ് ടെമ്പറേച്ചറിലും നമുക്ക് ഏതൊരു ഗ്യാസിനെയും ലിക്വിഡാക്കി മാറ്റും. സോ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ഈസ് ദ ക്യാരക്ടേഴ്സ് ഓഫ് എ ഗ്യാസ്. ഓരോ ഗ്യാസിൻ്റെയും ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ വ്യത്യാസമായിരിക്കും. ആൻഡ് ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ TC എന്നാണ് അതിനെ റെപ്രസെൻറ്റ് ചെയ്യുക. So what is the critical temperature? It is the temperature above which a gas cannot be liquefied by application of pressure. പ്രഷർ കൊടുത്താലൊന്നും അത് ലിക്വിഫൈ ചെയ്യില്ല. ആൻഡ് ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ TC. Or we can say that critical temperature is the maximum temperature
അറ്റ് വിച്ച് എ ഗ്യാസ് ക്യാൻ ബി ലിക്വിഫൈഡ്. ഒരു ഗ്യാസിനെ ലിക്വിഫൈ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും മാക്സിമം ടെമ്പറേച്ചറാണ് എന്ത് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ. എബോവ് വിച്ച് ദ ഗ്യാസ് കനോട്ട് ബി ലിക്വിഫൈഡ്. സോ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ഈസ് ദ മാക്സിമം ടെമ്പറേച്ചർ അറ്റ് വിച്ച് ഗ്യാസ് ക്യാൻ ബി ലിക്വിഫൈഡ് ബട്ട് എ പർട്ടിക്കുലർ പ്രഷർ. ഒരു പർട്ടിക്കുലർ പ്രഷർ വെച്ചിട്ട് ഒരു ഗ്യാസിനെ ലിക്വിഫൈ ചെയ്യാൻ പറ്റുന്ന മാക്സിമം ടെമ്പറേച്ചറിനെ നമുക്ക് എന്ത് പറയാം, ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എന്ന് പറയാം. സപ്പോസ് ദർ ഈസ് എ ഗ്യാസ് ഇൻ എ സീൽഡ് ട്യൂബ്. ഒരു സീൽഡ് ട്യൂബിൽ ഒരു ഗ്യാസ് ഉണ്ട്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്തു, വി ആർ ഡിക്രീസിങ് ദ ടെമ്പറേച്ചർ ആൻഡ് സോ ഡിക്രീസ് നമ്മൾ ടി സിയിലെത്തി. ഓക്കെ, ടി സിയിൽ എത്തിക്കഴിഞ്ഞാൽ ഇത് ഗ്യാസ് ആയിരുന്നു. സോ ദാറ്റ് വിൽ ബിക്കം എ ലിക്വിഡായി നമുക്കൊരു വി ക്യാൻ സീ എ മിനിസ്കസ്, ഒരു ലിക്വിഫൈ ചെയ്ത് കാണാം. ആൻഡ് ദ പ്രോസസ് ഈസ് റിവേഴ്സിബിൾ ആസ് ദ ടെമ്പറേച്ചർ ഇൻക്രീസസ്. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും, ഈ ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിൽ എത്തുന്ന സമയത്ത് വാട്ട് വിൽ ഹാപ്പൻ, ദാറ്റ് ദ മിനിസ്കസ് വിൽ ഫെയ്ഡ്. അപ്പോൾ അതൊരു റിവേഴ്സിബിൾ ആണ്. ടെമ്പറേച്ചർ കുറഞ്ഞാൽ ലിക്വിഫൈഷൻ നടക്കും, കൂട്ടിച്ചാൽ അത് ലിക്വിഫാക്ഷൻ്റെ മിനിസ്കസ് ഫെയ്ഡ് ചെയ്യും. ഇനി നോക്കൂ, അപ്പോൾ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ടി സി. ഇറ്റ് ഈസ് ദ ടെമ്പറേച്ചർ എബോവ് വിച്ച് എ ഗ്യാസ് കനോട്ട് ബി ലിക്വിഫൈഡ് ബൈ ദ അപ്ലിക്കേഷൻ ഓഫ് പ്രഷർ. അപ്പോൾ ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിൽ ഒരു ഗ്യാസിനെ നമ്മൾ ലിക്വിഫൈ ചെയ്യണമെങ്കിൽ വി വാണ്ട് ടു അപ്ലൈ എ മിനിമം പ്രഷർ. ഒരു പർട്ടിക്കുലർ പ്രഷർ അപ്ലൈ ചെയ്താൽ മാത്രമേ അവിടെ ലിക്വിഫാഷൻ നടക്കുള്ളൂ. സോ ദ മിനിമം പ്രഷർ അപ്ലൈഡ് ഫോർ എ ഗ്യാസ് അറ്റ് critical temperature for liquefaction is called critical pressure. മനസ്സിലായോ? പി സി എന്ന് പറയാം. അതായത് ദ മിനിമം പ്രഷർ ദാറ്റ് ക്യാൻ ബി അപ്ലൈഡ് ഓൺ എ ഗ്യാസ് എവിടെ വെച്ച്, അറ്റ് ഇറ്റ്സ് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ഫോർ ലിക്വിഫാക്ഷൻ ഈസ് കോൾഡ് ആസ് ക്രിട്ടിക്കൽ പ്രഷർ. ഒരു എത്ര മിനിമം പ്രഷർ വേണം ഒരു ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിൽ ഒരു ഗ്യാസിനെ ലിക്വിഫൈ ചെയ്യാൻ വേണ്ട മിനിമം പ്രഷറിനെയാണ് എന്ത് പറയുന്നത്, ക്രിട്ടിക്കൽ പ്രഷർ പി സി. ആൻഡ് ഫോർ പി സി ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് 73 അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അപ്പോൾ 31.1 ഡിഗ്രി സെൽഷ്യസിലുള്ള കാർബൺ ഡൈ ഓക്സൈഡിനെ നമുക്ക് ലിക്വിഫൈ ചെയ്യണമെങ്കിൽ വി ക്യാൻ അപ്ലൈ എ പ്രഷർ ഓഫ് 73 അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അപ്പോൾ നമ്മൾ രണ്ടുപേരെ പഠിച്ചു, ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ആൻഡ് ക്രിട്ടിക്കൽ പ്രഷർ. ഓക്കെ, so at critical temperature and pressure എന്താണ്, the gas will exist both in gaseous form and liquid form. രണ്ട് ഫോമിലും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് നമുക്ക് പറയാം. so the physical properties of gaseous form and liquid form are indistinguishable, are identical ആയി മാറും. okay, that become identical and they cannot be distinguished. ഗ്യാസ് ആണോ ലിക്വിഡ് ആണോ നമുക്ക് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരും. സോ ദാറ്റ് സ്റ്റേറ്റ് ഈസ് കോൾഡ് ആസ് ദ ക്രിട്ടിക്കൽ സ്റ്റേറ്റ് എന്ന് പറയുന്നു. സോ ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിലും ക്രിട്ടിക്കൽ പ്രഷറിലും ഒരു ഗ്യാസ് എക്സിസ്റ്റ് ചെയ്യുന്നെങ്കിൽ ആ സ്റ്റേറ്റിനെ നമ്മൾ പറയുന്നത് ക്രിട്ടിക്കൽ സ്റ്റേറ്റ്. ആ സ്റ്റേറ്റിൻ്റെ പ്രത്യേകത എന്താണ്, അണ്ടർ ക്രിട്ടിക്കൽ സ്റ്റേറ്റ് ദ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ബോത്ത് ലിക്വിഡ് ആൻഡ് ഗ്യാഷ്യസ് ഫേസ് ഓഫ് എ സബ്സ്റ്റൻസ് ആർ ഐഡൻറ്റിക്കൽ ആൻഡ് ദേ കനോട്ട് ബി ഡിസ്റ്റിങ്വിഷ്. അവരെ നമുക്ക് ഡിസ്റ്റിങ്വിഷ് ചെയ്യാം, എന്താണ് ലിക്വിഡ് ആണോ ഗ്യാസ് ആണോ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റില്ല. ആൻഡ് ദാറ്റ് സ്റ്റേറ്റ് ഈസ് കോൾഡ് ക്രിട്ടിക്കൽ സ്റ്റേറ്റ്. and the volume occupied that critical state is called critical volume എന്നാണ് അതിനെ പറയുക. or in simply critical volume can be considered as the volume of 1 mole of a gas. the volume of 1 mole of a gas at a critical temperature and critical pressure is called as critical volume. The volume occupied by 1 mole of a gas at its critical temperature and critical pressure is called a critical volume. അപ്പോൾ സ്റ്റേറ്റ് എന്താ മനസ്സിലായില്ലേ? ഈ രണ്ട് ടെമ്പറേച്ചറിലും പ്രഷറിലും ലിക്വിഡും ഗ്യാഷ്യസ് ഫോമിലും എക്സിസ്റ്റ് ചെയ്യുന്നു. അവരുടെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് സെയിം. പക്ഷേ നമുക്കറിയാം ഗ്യാസിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടിയും ലിക്വിഡിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടിയും ഡിഫറെൻ്റ് ആണ് അല്ലേ. ബട്ട് അറ്റ് ക്രിട്ടിക്കൽ പോയിൻറ്റ്, ക്രിട്ടിക്കൽ സ്റ്റേറ്റ്, ദ പ്രോപ്പർട്ടീസ് ബിക്കം ഐഡൻറ്റിക്കൽ and they cannot be distinguished. That is termed as the critical state. What is critical volume? The volume occupied by 1 mole of a gas at its critical temperature and critical pressure is called a critical volume. And this critical temperature, critical pressure and critical volume are termed as Vc. Volume ആണ് Vc or called as critical constant. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്രിട്ടിക്കൽ കോൺസ്റ്റൻസ് എന്ന് പറയുന്നത്. ഈ മൂന്ന് പേരെ നമ്മൾ ക്രിട്ടിക്കൽ കോൺസ്റ്റൻസ് എന്ന് പറയുന്നു.
So critical constants മനസ്സിലായില്ലേ? BC for carbon dioxide is 95 centimeter cube. അപ്പോൾ temperature 31.1 degree Celsius, pressure 73 atmospheric pressure, molar volume that is critical volume 95 ആണ്. So അതാണ് critical temperature, pressure and critical volume. And what is the critical state എന്ന് പറഞ്ഞാൽ എന്താണ്? At a particular temperature, critical temperature and pressure, there is no the physical properties of solid and gas and liquids is indistinguishable, and they are identical and they are indistinguishable, and that state is called as critical state, and these constants are called a critical constant. And you know, this mere merging between ഈ ഗ്യാസ് ഇങ്ങനെ ലിക്വിഡ് ആവുന്ന ആ mere merging between gaseous to liquid state at TC and PC is called as ക്രിട്ടിക്കൽ ഫിനോമിന. ആ ഒരു മെർജ് ചെയ്യുന്നതിനെ നമ്മൾ എന്ത് പറയുന്നത്? ക്രിട്ടിക്കൽ ഫിനോമിന എന്ന് പറയുന്നത് കേട്ടോ. ആൻഡ് യു നോ, നമ്മൾ യൂഷ്വലി വേപ്പർ എന്നുള്ളൊരു ഫോമും കൂടി യൂസ് ചെയ്യാറുണ്ട്. ദ വേപ്പർ ഫേസ് ഇൻഡിക്കേറ്റ്സ് എ ഗ്യാസ് ബിലോ ഈസ് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ. ഒരു ഗ്യാസ് അതിൻ്റെ ബിലോ ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിൽ നിൽക്കുമ്പോഴാണ് അതിനെ വേപ്പർ എന്ന് പറയുന്നത്. കാരണം ആ വേപ്പറിനെ നമുക്ക് എന്താക്കി മാറ്റാൻ പറ്റും? ലിക്വിഡാക്കി മാറ്റാൻ പറ്റും ബൈ ആപ്ലിക്കേഷൻ ഓഫ് പ്രഷർ. ഓക്കെ, സോ ഇത്രയും നിങ്ങൾ പഠിച്ചാൽ മതി. എന്താണ് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ? ഇറ്റ് ഈസ് ദ ടെമ്പറേച്ചർ എബവ് വിച്ച് എ ഗ്യാസ് കനോട്ട് ബി ലിക്വിഫൈഡ് ബൈ അപ്ലൈയിങ് പ്രഷർ. ദെൻ വാട്ട് ഈസ് പ്രഷർ? ക്രിട്ടിക്കൽ പ്രഷർ, the minimum pressure applied to convert a gas into liquid at its critical temperature. And what is critical volume? Volume 1 mole of gas, volume of 1 mole of gas at TC and PC is called critical volume, and these are called critical constant. Critical state എന്ന് പറഞ്ഞാൽ ഈ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറും പ്രഷറും വോളിയം ഉള്ള സ്റ്റേറ്റിനെയാണ് ക്രിട്ടിക്കൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ക്രിട്ടിക്കൽ ഫിനോമിന എന്ന് പറയുന്നത് ദ മിയർ മെർജിങ് ബിറ്റ്വീൻ ഗ്യാസസ് ടു ലിക്വിഡ് സ്റ്റേറ്റ് ആണ്. വേപ്പർ എന്ന് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നത് ഗ്യാസ് അതിൻ്റെ ബിലോ ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിലാവുമ്പോഴാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ആ പ്രഷർ അപ്ലൈ ചെയ്തിട്ട് ഗ്യാസിനെ ലിക്വിഡാക്കി മാറ്റാൻ പറ്റും. Now we want to study critical phenomena and Andrews experiments, the isotherms of a real gas. And you know, പണ്ട് തന്നെ ഒരു 18th സെഞ്ച്വറിയിലൊക്കെ തന്നെ ഇറ്റ് വാസ് ഈസിലി ടു ലിക്വിഫൈ കാർബൺ ഡൈ ഓക്സൈഡ്, ഹൈഡ്രജൻ സൾഫൈഡ്, അമോണിയ, SO2 എക്സെട്ര. ഈ ഗ്യാസസിനൊക്കെ ലിക്വിഫൈ ചെയ്യാൻ പറ്റുമായിരുന്നു അന്നത്തെ കാലഘട്ടം. 18th ടുവേർഡ്സ് ദ ബിഗിനിങ് ഓഫ് 19th സെഞ്ച്വറി ഒക്കെ by decreasing the temperature and increasing pressure. നന്നായി ടെമ്പറേച്ചർ കുറച്ച് പ്രഷർ ഇൻക്രീസ് ചെയ്തിട്ട് നമുക്ക് ഇതിനെയൊക്കെ നന്നായിട്ട് ലിക്വിഫൈ ചെയ്യാൻ പറ്റി അന്നത്തെ ടെക്നിക്സും അന്നത്തെ അവൈലബിൾ ഇൻസ്ട്രുമെൻസൊക്കെ വെച്ചിട്ട്. പിന്നെ വീണ്ടും കുറച്ചുകൂടി ഒരു മിഡിലൊക്കെ ആയപ്പോൾ ഹൈഡ്രജൻ, ഓക്സിജൻ, കാർബൺ മോണോക്സൈഡ്, ഹീലിയം അങ്ങനെയുള്ളവരെയൊന്നും ലിക്വിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. എത്ര ഒരു പ്രഷർ അപ് ടു 3000 അറ്റ്മോസ്ഫിയറിക് പ്രഷർ വരെയൊക്കെ അപ്ലൈ ചെയ്ത് നോക്കി. ബട്ട് ദേ കനോട്ട് ലിക്വിഫൈ ഗ്യാസസ്. ഈ ഗ്യാസസിനെ ഒന്നും ലിക്വിഫൈ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ വിചാരിച്ചത് ഇവരെ ഒരിക്കലും ലിക്വിഫൈ ചെയ്യാൻ പറ്റില്ല. ദേ ആർ ടേംഡ് ആസ് പെർമനൻറ്റ് ഗ്യാസസ് എന്നാണ് പറഞ്ഞിരുന്നത്. നമ്മൾ എത്ര പ്രഷർ കൊടുത്താലും ഇവരൊന്നും ലിക്വിഫൈ ചെയ്യാൻ പറ്റിയിരുന്നില്ല. സോ ദേ ആർ ടേംഡ് ആസ് പെർമനൻറ്റ് ഗ്യാസസ്. ബട്ട് ലേറ്റർ 1863 തോമസ് ആൻഡ്രൂസ് അദ്ദേഹം done some experiments and proved that they can be liquefied, and he found the critical phenomena എന്നുള്ളൊരു ഇത് കണ്ടുപിടിച്ചിട്ട് and he explained this. So 1863 എല്ലാ ഇത് പറ്റും എന്ന് മനസ്സിലാക്കിയത് ത്രൂ തോമസ് ആൻഡ്രൂസ് എക്സ്പെരിമെൻറ്റ്. അദ്ദേഹം എന്താണ് ചെയ്തത് വെച്ചാൽ പ്രഷർ വോളിയം റിലേഷൻഷിപ്പ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് മെഷേർഡ്. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ പ്രഷർ വോളിയം റിലേഷൻഷിപ്പ് മെഷർ ചെയ്തു. നമുക്കറിയാലോ പ്രഷർ വോളിയം, നമുക്ക് ഗ്രാഫ് നമ്മൾക്ക് അറിയാം അല്ലേ? അറ്റ് ഡിഫറെൻറ്റ് ടെമ്പറേച്ചർ, ഓരോ ടെമ്പറേച്ചറിലുള്ള പ്രഷർ വോളിയം അദ്ദേഹം മെഷർ ചെയ്ത് ഗ്രാഫ് വരച്ചു. അതിൽ നിന്ന് അദ്ദേഹം ക്രിട്ടിക്കൽ ഫിനോമിന കണ്ടുപിടിച്ചു. സോ അദ്ദേഹം ചൂസ് ചെയ്തത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് അല്ലേ? കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ പ്രഷർ വോളിയം റിലേഷൻഷിപ്പാണ് സ്റ്റഡി ചെയ്തത് അറ്റ് ഡിഫറെൻറ്റ് ടെമ്പറേച്ചർ. ഫസ്റ്റ് ഹി ഫൈൻഡ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രഷർ ആൻഡ് വോളിയം അറ്റ് 13 ഡിഗ്രി സെൽഷ്യസിലാണ് അദ്ദേഹം ചെയ്തത്. അപ്പോൾ നോക്കൂ, ഇവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്ന പോയിന്റിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസാണ്. ഇനി നോക്കൂ പ്രഷർ കൂട്ടുക. നോക്കൂ ഇവിടെ പ്രഷർ കൂട്ടുക പറയുമ്പോൾ എന്ന് ബിയിലേക്കൊരു ചേഞ്ച് അല്ലേ? അപ്പോൾ എന്താ നോക്കൂ, വോളിയം കുറയല്ലേ ചെയ്ത്. എക്ക് ബി എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടേക്കല്ലേ ചെരിവ്. പ്രഷർ കൂട്ടുമ്പോൾ വോളിയം കുറഞ്ഞു. അറ്റ് ബി ലിക്വിഫാക്ഷൻ സ്റ്റാർട്ട്സ്.
ഇവിടെ എയിൽ ഗ്യാസ് ആയിട്ടായിരുന്നു കാർബൺ ഡൈ ഓക്സൈഡ് എക്സിസ്റ്റ് ചെയ്തിരുന്നത്. പ്രഷർ കൂട്ടിയപ്പോൾ വോളിയം കുറഞ്ഞ് ബിയിലെത്തിയപ്പോൾ വോളിയം, അതായത് ഇവിടെ വോളിയം എത്തിയപ്പോൾ ലിക്വിഫാക്ഷൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ കുറച്ച് ഗ്യാസ് എന്തായത് ലിക്വിഫൈ ചെയ്യാൻ പറയും. പിന്നെ നോക്കൂ, ആ സെയിം പ്രഷറിൽ സഡൻ ഡിക്രീസ് ഇൻ വോളിയം ഇത്രയും കുറഞ്ഞു. സോ ബിന്ന് സിയിലേക്ക് ഒരു സഡൻ ഡിക്രീസ് ഇൻ വോളിയമാണ് നമ്മൾ ടെമ്പറേച്ചറെ കോൺസ്റ്റൻ്റ് ആക്കി വെച്ചു, നമ്മൾ പ്രഷർ കൂട്ടി വരിക ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് ഈ പ്രഷർ എത്തിയപ്പോൾ ലിക്വിഫാക്ഷൻ സ്റ്റാർട്ട് ചെയ്തു. ദെൻ പെട്ടെന്ന് വോളിയം കുറഞ്ഞ് സി വരെ എത്തി കേട്ടോ. അപ്പോൾ ബിയിൽ നിന്ന് സിയിലേക്കുള്ള ഈ യാത്രയിൽ നമുക്കറിയാം ഗ്യാസിൻ്റെ എമൗണ്ട് കുറഞ്ഞ് വരും, ലിക്വിഡ് കൂടി വന്ന് സിയിലെത്തുമ്പോൾ ദ ടോട്ടൽ ഗ്യാസ് ബിക്കം ലിക്വിഫൈഡ്. സി എന്ന് പറയുമ്പോൾ എല്ലാം ലിക്വിഡ് ആയിട്ടുണ്ട്. ബി എന്ന് പറയുമ്പോൾ ലിക്വിഫാക്ഷൻ സ്റ്റാർട്ട് ചെയ്തു, സിയിലെത്തിയപ്പോഴേക്കും ഫുൾ ലിക്വിഡായി മാറി. ദെൻ ഡി റെപ്രസെൻസ് ലിക്വിഡ് ഓൺലി. അപ്പോൾ നോക്കൂ, എ റെപ്രസെൻസ് ഗ്യാസ്, ബിയിൽ മുഴുവൻ ഗ്യാസാണ്, ബിയിൽ ലിക്വിഫാക്ഷൻ സ്റ്റാർട്ട് ചെയ്തു. സി എന്ന് പറയുമ്പോൾ ഗ്യാസും ലിക്വിഡും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഇങ്ങോട്ടേക്ക് പോകുന്തോറും ഗ്യാസിൻ്റെ എമൗണ്ട് കുറഞ്ഞ് വന്ന് ഇവിടെ ഫുള്ളി ലിക്വിഡായി. ഡി റെപ്രസെൻറ്റ് ലിക്വിഡ് കാർബൺ ഡൈ ഓക്സൈഡ്. ആൻഡ് ഇവിടെ പ്രഷർ കോൺസ്റ്റൻ്റ് ആണ്. ടെസ്റ്റ് വരച്ചപ്പോൾ കുറച്ച് വ്യത്യാസമുണ്ട്. പ്രഷർ കോൺസ്റ്റൻ്റ് ആയി, വോളിയം ഇങ്ങനെ കുറഞ്ഞു വന്നു, പ്രഷർ കോൺസ്റ്റൻ്റ് ആയി നിൽക്കുന്നു. ആ പ്രഷറിനെ നമ്മൾ വേപ്പർ പ്രഷർ എന്നാണ് പറയുന്നത്. ഈ ബി സിയിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന പ്രഷറാണ് വേപ്പർ പ്രഷർ എന്ന് പറയുന്നത്. ദെൻ ഡി റെപ്രസെൻസ് എന്നത് ഫുൾ ലിക്വിഡാണ്. അപ്പോൾ നോക്കൂ, എത്ര പ്രഷർ കൂടിയാലും ലിക്വിഡായിട്ട് തന്നെ ദാറ്റ് ഈസ് ലിക്വിഡ്സ് ഇൻകംപ്രസിബിൾ ആയിട്ടാണ്. കാർബൺ ഡൈ ഓക്സൈഡിനെ ഇനി നമുക്ക് കംപ്രസ് ചെയ്ത് സോളിഡ് ആക്കാൻ പറ്റില്ല. അപ്പോൾ എത്ര പ്രഷർ അപ്ലൈ ചെയ്താലും ഇത് ലിക്വിഡായിട്ട് തന്നെ. അതാണ് 13.1 ഡിഗ്രിയിൽ അദ്ദേഹം മെഷർ ചെയ്തപ്പോൾ ഇങ്ങനൊരു ഗ്രാഫ് കിട്ടിയതും അതിൻ്റെ എക്സ്പ്ലനേഷനും. ദെൻ അദ്ദേഹം മറ്റ് ടെമ്പറേച്ചറുകളിലും സ്റ്റഡി ചെയ്തു. അപ്പോൾ നോക്കൂ, ദെൻ 21.5 ഡിഗ്രിയിൽ ചെയ്തപ്പോൾ നോക്കൂ, ഈ ഹോറിസോണ്ടൽ പോർഷൻ്റെ എമൗണ്ട് കുറഞ്ഞു അല്ലേ. നോക്കൂ, ഇവിടെ ഇത്രയും ഉണ്ടായിരുന്നു എന്താ ഹോറിസോണ്ടൽ? ദാറ്റ് ഇൻഡിക്കേറ്റ്സ് ദ കോ എക്സിസ്റ്റൻസ് ഓഫ് ബോത്ത് ലിക്വിഡ് ആൻഡ് ഗ്യാഷ്യസ് സ്റ്റേറ്റ്. ഇവിടെയും കോ എക്സിസ്റ്റൻസ് ആണ്. അപ്പോൾ ടെമ്പറേച്ചർ കൂടുമ്പോൾ ഇത് കുറയും. പിന്നെ 21 കൂടുതൽ 22 ഒക്കെ ആകുമ്പോൾ വീണ്ടും ഇങ്ങനെ കുറഞ്ഞു വരിക ചെയ്യുന്നത്. സോ ഹോറിസോണ്ടൽ പോർഷൻ്റെ എമൗണ്ട് കൂടി. ഇനി നോക്കൂ, നമുക്ക് 31.1 ഡിഗ്രി സെൽഷ്യസ്, അതാണല്ലോ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ക്രിറ്റിക്കൽ. ആ ടെമ്പറേച്ചറിൽ നമ്മൾ PV ചെയ്തപ്പോൾ ഇങ്ങനെ കിട്ടും. അതായത് ജസ്റ്റ് ഒരു പോയിന്റിൽ വെച്ച് ലിക്വിഫാക്ഷൻ നടന്നു. ആ എഫ് എന്നുള്ള പോയിന്റിൽ വെച്ചിട്ട് ലിക്വിഫാക്ഷൻ നടന്നു, പിന്നെ അത് ലിക്വിഡായി എക്സിസ്റ്റ് ചെയ്യുന്നു. സോ ആ പോയിൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്രിറ്റിക്കൽ പോയിൻ്റ് എന്ന് പറയുന്നത്. ആ ഹോറിസോണ്ടൽ പോർഷൻ ജസ്റ്റ് മിസ്സായിട്ട് ടെമ്പറേച്ചർ കൂടുമ്പോഴും ഹോറിസോണ്ടൽ പോർഷൻ കുറഞ്ഞു വന്നിട്ട് ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ ഒരൊറ്റ പോയിന്റിൽ ഒതുങ്ങി. ആ പോയിന്റിൽ അത് ലിക്വിഡായിട്ട് നിൽക്കുകയാണ്. സോ ആ എഫ് എന്നുള്ള പോയിന്റിനെ നമ്മൾ ക്രിറ്റിക്കൽ പോയിൻ്റ് എന്ന് പറയുന്നു. പിന്നെ മറ്റ് ടെമ്പറേച്ചർ നോക്കുമ്പോൾ അങ്ങനെ ഒരു പോയിൻ്റേ ഇല്ല. അതായത് എബോവ് ദ ക്രിറ്റിക്കൽ ഇത് 32.5 ആണ്, ഇത് 35.5, പിന്നെ അങ്ങനെ പോകുമ്പോൾ ഒരു പോയിൻ്റിൽ ലിക്വിഫാക്ഷൻ നടക്കുന്നേ ഇല്ല. എബൌട്ട് 31.1 ദർ ഈസ് നോ ലിക്വിഫാക്ഷൻ, ലിക്വിഡ് ഫോമിലേക്ക് അത് എത്തുന്നേ ഇല്ല. അതാണല്ലോ ക്രിറ്റിക്കൽ ടെമ്പറേച്ചർ. ഇറ്റ് ഈസ് ദ ടെമ്പറേച്ചർ എബോവ് വിച്ച് ലിക്വിഫാക്ഷൻ നോട്ട് ഒക്കേഴ്സ്. അപ്പോൾ അവിടെ വെച്ചിട്ട് ഒരൊറ്റ പോയിന്റിൽ വെച്ചിട്ട് അത് ലിക്വിഡ് ആവുന്നു. അതാണ് ക്രിറ്റിക്കൽ ടെമ്പറേച്ചർ. ആ കറസ്പോണ്ടിങ് പ്രഷറാണ് ക്രിറ്റിക്കൽ പ്രഷർ. അത് എത്രയായിരുന്നു? 73 അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആയിരുന്നു അല്ലേ. വോളിയം എന്ന് പറയുന്നത് 95 cm3. അതാണ് ആൻഡ്രൂസ് ചെയ്ത എക്സ്പെരിമെൻറ്റ്. ഓരോ ടെമ്പറേച്ചറിൽ സ്റ്റഡി ചെയ്തു. ആസ് ദ ടെമ്പറേച്ചർ ഇൻക്രീസസ് ദ ഹോറിസോണ്ടൽ പോർഷൻ ഡിക്രീസ്ഡ് ആൻഡ് ഫോർ കാർബൺ ഡൈ ഓക്സൈഡ് 31.1 ഡിഗ്രി സെൽഷ്യസ് ഇറ്റ് ബിക്കംസ് എ മിയർ പോയിൻ്റ്, ഒരൊറ്റ പോയിൻ്റ് ആക്കി മാറി. ആ പോയിൻറ്റിനെയാണ് നമ്മൾ പറയുന്നത് ക്രിറ്റിക്കൽ പോയിൻ്റ്. അതായത് ആ പോയിന്റിലാണ് അത് ജസ്റ്റ് ലിക്വിഡ് ആവുന്നത്. ബാക്കി അതിൻ്റെ ഹയർ ടെമ്പറേച്ചറിലൊന്നും അത് ലിക്വിഡ്, എത്ര പ്രഷർ അപ്ലൈ ചെയ്താലും കാർബൺ ഡൈ ഓക്സൈഡിനെ നമുക്ക് ലിക്വിഡാക്കി മാറ്റാൻ പറ്റില്ല. ഇനി നോക്കൂ, ഈ ഒരു കർവ് BFC എന്നുള്ള കർവിൽ ഇതെന്താ റെപ്രസെൻ്റ് ചെയ്യിക്കുന്നത്? ആ ഹോറിസോണ്ടൽ കർവിൻ്റെ ഡിക്രീസ് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. BFC എന്ന് പറയുന്നത് ഇതിനെ കോ എക്സിസ്റ്റൻസ് കർവ് എന്നാണ് പറയുന്നത്. ദ കർവ് BFC ഈസ് കോൾഡ് കോ എക്സിസ്റ്റൻസ് കർവ് അല്ലേ. ഇവിടെ ലിക്വിഡും സോളിഡും കോ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, ഗ്യാസും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് അപ് ടു ഇതുവരെ അല്ലേ. സോ BFC ഈസ് കോൾഡ് കോ എക്സിസ്റ്റൻസ് കർവ് എന്നുകൂടി പറയുന്നു. ഇതാണ് അദ്ദേഹം സ്റ്റഡി ചെയ്തത്.